കിണറ്റിൽ വീണ 2.5 വയസ്സുകാരന് രക്ഷകനായി സ്വന്തം സഹോദരൻ. തൃക്കാക്കര കരിമക്കാട് ജുമാ മസ്ജിദിന് സമീപം കളപ്പുരക്കൽ ഷെഫീഖിൻ്റെയും അനീഷയുടെയും ഇളയ മകനായ 2.5 വയസ്സുകാരൻ മുഹമ്മദാണ് വൈകിട്ട് 4:30 കിണറ്റിലേക്ക് വീണത്. സഹോദരങ്ങളോടൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുഹമ്മദ് 2 അടി ചുറ്റുമതിലുള്ള 35 അടിയോളം താഴ്ചയുള്ള കിണറിലേക്കാണ് വീണത്. സഹോദരങ്ങളുടെ കരച്ചിൽ കേട്ട് വീടിനകത്തിരിക്കുകയായിരുന്ന മറ്റൊരു സഹോദരനായ ഫർഹാൻ ഉടൻ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. 5 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ ഫർഹാൻ 2.5 വയസ്സുകാരനെ കയ്യിലെടുത്ത് പിടിച്ചു. അപ്പോഴേക്കും വീട്ടുകാരും നാട്ടുകാരും സ്ഥലത്തെത്തുകയും തൃക്കാക്കര ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. അത് എന്താണ്, ഞാൻ ഇവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ പിടിക്കണമായിരുന്നു. അപ്പോൾ അനിയനും ഏറ്റവും ചെറിയ അനിയനും പുറത്ത് കളിക്കണമായിരുന്നു. കളിക്കണ സമയത്ത് അനിയൻ സ്റ്റൂള് പുറത്തുനിന്ന് എടുത്തിട്ട് വന്നിട്ട് കിണറിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് അവൻ വീണ്. ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അനിയൻ എനിക്ക് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ട് കൊണ്ടുവന്നു. ഞാൻ നോക്കാൻ വേണ്ടി പോയതാണ്. നോക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അനിയൻ വെള്ളത്തേക്ക് കിടന്ന് ഇങ്ങനെ പിടക്ക് നടന്നിട്ട് ഉമ്മച്ചി ആദ്യം ഇറങ്ങാൻ വേണ്ടി പോയിരുന്നു. അമ്മച്ചെടുത്ത് പറഞ്ഞ് ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങിക്കോളാൻ വേണ്ടി എടുത്തിട്ട് അപ്പം തന്നെ എടുത്ത് ചാടി. ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പം തന്നെ അവനെടുത്ത് തോളത്ത് ഇവിടെ കയറ്റി നിർത്തി നെഞ്ചത്തൊക്കെ അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഇക്കന്മാരൊക്കെ വന്ന്. ആരൊന്ന് വാപ്പ ഉണ്ടായില്ല. വാപ്പ അപ്പോഴേക്കും വന്ന് വാപ്പ ഇറങ്ങി. പിന്നെ വാപ്പാടെ ഒരു ബായി ഉണ്ടായിരുന്നു, ബായി ഇറങ്ങി. ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് നമ്മളെ മേളിലേക്ക് കയറ്റി. അടി എത്രയെന്ന് അറിയില്ല, വെള്ളം എൻ്റെ ഇത്ര ഉണ്ടായുള്ളൂ. വെള്ളം എൻ്റെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തട്ട് പോലെ ആയിരുന്നു ഇങ്ങനെ. അപ്പോൾ പാറ ഉണ്ടായിരുന്നു, പാറയിൽ കാല് പോയി ഒറ്റിയിട്ട് ഇടിച്ച് കാലിൻ്റെ ഒരു എല്ല് പൊട്ടി സൈഡിലാണ്. അവൻ മുങ്ങിയിട്ട് പൊങ്ങി വന്നു. അവൻ അധികം പോയി നിലത്തിടിച്ചില്ല, പൊങ്ങിക്കണായിരുന്നു. അപ്പം തന്നെ ഇറങ്ങി അവനെടുത്തു. അവൻ പുറത്ത് കളിച്ചോണ്ടിരിക്കണേന്ന് അനിയനത്തിലേക്കൊപ്പം. ഭിത്തിയുണ്ട്, കിണർ ഭിത്തിയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ താന്നിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കണം. അപ്പം പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും നോക്കണോണ്ട് ആ ഭാഗം അടച്ചളഞ്ഞായിരുന്നു. താന്ന ഭാഗത്താണ് അവൻ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുവന്നിട്ട് സ്റ്റൂൾ കൊണ്ടുവന്നിട്ട് സ്റ്റൂളിന് വേണ്ടി നോക്കണം. അവനപ്പം തന്നെ വീണോ എന്നാണ് ഇവർ പറയണത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇരിക്കണായിരുന്നു. പുറത്തായ സംഭവം നടന്ന. എനിക്ക് എൻ്റെ ചാടിയപ്പോഴേക്കും കാല് മടങ്ങിയിട്ട് കരിങ്കല്ലിൽ പോയി ഇടിച്ച് ലിഗമെന്റിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടി. ഞാൻ 10ൽ മേരിമാത. ഉടൻ തന്നെ റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി വലയിട്ട് ഇരുവരെയും മുകളിലേക്ക് കയറ്റുകയും ചെയ്തു. കിണറിനകത്തുള്ള വലിയ പാറയിൽ തട്ടാതിരുന്നത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഫർഹാന്റെ കാൽമുട്ടിന് പരിക്ക് പറ്റുകയും 2 ആഴ്ചയോളം വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. 2.5 വയസ്സുകാരൻ ഫർഹാന് മറ്റ് പരിക്കുകളൊന്നുമില്ല. തൃക്കാക്കര മേരിമാത സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനായ ഫർഹാന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് 2.5 വയസ്സുകാരൻ മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. സൗബാൻ, ഫാത്തിമ എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക് തൃക്കാക്കര.